ഏകദേശം 9 ലിറ്ററോളം വരുന്ന ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് ഞാനിവിടെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമുക്ക് 2 ലിറ്റർ വെള്ളം എടുക്കുക, അതിലേക്ക് കാസ്റ്റിക് സോഡ എടുക്കാൻ നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. വേറൊരു ബക്കറ്റിൽ 2 ലിറ്റർ വെള്ളത്തിൽ ഈ കറുത്ത ലൈൻ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ വെക്കാം. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത ബക്കറ്റിലേക്ക് ഇത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഈ വെളുത്ത ലൈൻ ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതത്തിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് 1/2 ലിറ്റർ വെള്ളത്തിൽ പഞ്ചസാര പോലുള്ളൊരു പൊടിയുണ്ട്, അത് മിക്സ് ചെയ്തിട്ട് ഈ ബക്കറ്റിൽ ആക്കിയിട്ട് അതും ഒന്ന് മിക്സ് ചെയ്യാം. വീണ്ടും 1/2 ലിറ്ററിൽ ഉപ്പ് പൊടി പോലുള്ള ഒരു പൊടിയുണ്ട് കേട്ടോ, അതും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബക്കറ്റിലാക്കിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ മിക്സ് ആവണം, അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു ചെറിയ മഗ്ഗിൽ കുറച്ച് വെള്ളം മതി കേട്ടോ. ഈ കളറാണ് ചേർക്കുന്നത്, ലിക്വിഡിൻ്റെ കളറാണ്. കളറ് നല്ലപോലെ ചേർത്തിട്ട് അതും മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഈ പ്രൊഡക്റ്റൊക്കെ ഞാൻ വാങ്ങിയത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള താനിയ കെമിക്കൽസിൽ നിന്നാണ്. നല്ല പ്രൊഡക്റ്റാണ് ഇവരുടേത്. നിങ്ങൾ കയറി നോക്കിയാൽ വേറെയും കുറേ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും. കുറച്ച് എമൗണ്ടിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇവരുടെ പേജിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ജാസ്മിൻ്റെ സ്മെല്ല് വരുന്നൊരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കിതിൽ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു കണ്ടെയ്നറിലോ ജാറിലോ എവിടെയെങ്കിലും ഒഴിച്ച് സൂക്ഷിക്കാം. 6 മണിക്കൂറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്.